വിശുദ്ധവാരത്തിന്റെ അതീവ പ്രാധാന്യമുള്ള ദിനങ്ങളിലേക്ക് കടക്കുമ്പോൾ തിരുസഭ ഈ ദിനങ്ങളിൽ അനുവദിച്ചിട്ടുള്ള ദണ്ഡവിമോചന ലബ്ധിയുടെ അവസരങ്ങളെപ്പറ്റി അറിയുന്നത് നമ്മുടെ ആത്മീയ പോഷണത്തിന് ഏറെ പ്രയോജനകരമാണ്. പെസഹ വ്യാഴത്തിൽ അന്നത്തെ ദിനത്തിന്റെ തിരുക്കർമ്മങ്ങളിൽ പൂർണ്ണമായി പങ്കെടുത്ത് 1 മണിക്കൂറെങ്കിലും ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കുചേരുക എന്നതാണ് ദണ്ഡവിമോചന മാനദണ്ഡം. ദുഃഖവെള്ളി ദിനത്തിലാകട്ടെ ശുശ്രൂഷകളിൽ പങ്കെടുത്ത് കുരിശ് ചുംബിക്കുകയും കുരിശിന്റെ വഴിയിൽ പങ്കെടുക്കുകയും കുരിശിന്റെ ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് ദണ്ഡവിമോചനം ലഭിക്കുക. ദുഃഖശനി തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുകയും മാമോദീസ വ്രതം പുതുക്കുകയും ചെയ്യുമ്പോഴും സഭ ദണ്ഡവിമോചനത്തിന് അവസരം നൽകുന്നുണ്ട്. ഈസ്റ്റർ ദിന തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുകയും ഈസ്റ്റർ ദിനത്തിലെ മാർപ്പാപ്പയുടെ ഉർബി എത് ഓർബി ആശീർവാദം നേരിട്ടോ മാധ്യമങ്ങളിലൂടെയോ സ്വീകരിക്കുകയോ ചെയ്യുന്നവർക്കും ദണ്ഡവിമോചന ലബ്ധിയുണ്ട്. ദണ്ഡവിമോചനം എന്നത് അപരാധമുക്തമായ പാപങ്ങളുടെ കാലിക ശിക്ഷയിൽ നിന്ന് ദൈവ തിരുമുൻപാകെയുള്ള ഇളവ് ചെയ്യലാണ്. അതേസമയം പരിശുദ്ധ സഭ ദണ്ഡവിമോചനം സാധ്യമാകുന്നതിനു വേണ്ടി ചില പൊതുവ്യവസ്ഥകൾ വിശ്വാസികൾക്ക് കൽപ്പിച്ചു നൽകിയിട്ടുണ്ട്. ലഘുപാപങ്ങളിൽ നിന്ന് പോലും അകന്ന് പൂർണ്ണ പ്രസാദവരത്തിലായിരിക്കുക, വിശുദ്ധ കുമ്പസാരം നടത്തുക, അതേ ദിവസം പരിശുദ്ധ കുർബാന സ്വീകരിക്കുക, മാർപ്പാപ്പയുടെ നിയോഗാർത്ഥം സ്വർഗസ്ഥനായ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ, ത്രിത്വസ്തുതി എന്നീ പ്രാർത്ഥനകൾ ഓരോ പ്രാവശ്യം ചൊല്ലുക എന്നിവയാണ് ഈ പൊതുവ്യവസ്ഥകൾ. ചർച്ച് ഡെസ്ക്, ഷെക്കേന ന്യൂസ്.